സന്താനോൽപാദന ശേഷി നഷ്ടപ്പെടുമെന്ന് ഭയന്ന് പുരുഷന്മാർ പുറത്തിറങ്ങാതെ ഒളിച്ചിരിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാനാകും. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് തോന്നിക്കുന്നവരെ കണ്ടാൽ പോലും നമ്മുടെ ആണുങ്ങൾ ഓടി ഒളിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച്, ബലം പ്രയോഗിച്ച് ആളുകളുടെ പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച്, അവരെ ഓർത്ത് വിലപിക്കുന്ന സ്ത്രീകളെക്കുറിച്ച്. എന്നാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. അടിയന്തരാവസ്ഥ. സ്വേച്ഛാധിപത്യം ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിക്ക് വരുത്തിവെച്ച രാഷ്ട്രീയ സംഘർഷാവസ്ഥകളെ അവർ രാജ്യത്തിന്റെ ആഭ്യന്തര സംഘർഷമായി എഴുതിവെച്ചു. വായിച്ചു നോക്കാൻ പോലും നിൽക്കാതെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അതിൽ ഒപ്പുവെച്ചു. ഇന്ദിരാവസ്ഥ അങ്ങനെ അടിയന്തരാവസ്ഥയായി. ഇന്ദിരയുടെ സൽപുത്രൻ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥയുടെ നടത്തിപ്പുകാരനായി. വംശശുദ്ധി നിലനിർത്താനും ജൂതന്മാരെ ഇല്ലാതാക്കാനും ജർമ്മനിയിൽ ഫാസിസ്റ്റ് ഹിറ്റ്ലർ കണ്ടെത്തിയ വഴികളിൽ ഒന്നായിരുന്നു വന്ധ്യംകരണം അഥവാ സ്റ്റെറിലൈസേഷൻ. എന്നാൽ ഹിറ്റ്ലർ നടത്തിയതിന്റെ 15 ഇരട്ടി വന്ധ്യംകരണമാണ് ഇന്ത്യയിൽ നടത്തിയത്. 1976 മാത്രം 62 ലക്ഷം പുരുഷന്മാരെ വന്ധ്യംകരിച്ചു. പുരുഷന്മാരും സ്ത്രീകളുമായി 1977 വരെ 11 മില്യൺ ഇന്ത്യക്കാരെ സർക്കാർ മേൽനോട്ടത്തിൽ നിർബന്ധിച്ച് വന്ധ്യംകരിച്ചു. വന്ധ്യംകരണം അധികാരപ്രയോഗത്തിന്റെയും ഭയപ്പെടുത്തലിന്റെയും ആയുധമായി. യൂത്ത് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച സഞ്ജയ് ഗാന്ധി പദ്ധതികൾ നടപ്പിലാക്കി. ജനസംഖ്യ നിയന്ത്രിച്ചാൽ ലോക സംഘടനകളിൽ നിന്ന് കിട്ടുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്ന പണത്തിന്റെ ലഹരി അയാളെ കൂടുതൽ ഉന്മത്തനാക്കി. ഞങ്ങൾ ദരിദ്രരായിരുന്നു, പക്ഷേ അന്തസ്സുണ്ടായിരുന്നു. അവർ അതെടുത്തു കളഞ്ഞെന്നാണ് ആ കാലത്തെ ഒരു സ്ത്രീ ഇന്ന് ഓർമ്മിക്കുന്നത്. ഞങ്ങളുടെ ആണുങ്ങളെ ഞങ്ങൾക്ക് വിട്ടുതരാൻ ആ സ്ത്രീയോട് പറയൂ എന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വിലപിച്ചു. വന്ധ്യീകരണത്തെ ഭയന്ന് അമ്മമാർ കുഞ്ഞുങ്ങളെപ്പോലും വസ്ത്രം ധരിപ്പിച്ചു. ദളിതരെ, മുസ്ലിങ്ങളെ, തെരുവിൽ ഉറങ്ങിക്കിടന്നവരെ, രോഗികളെ, തടവുകാരെ, അങ്ങനെ ന്യൂനപക്ഷങ്ങളെല്ലാം ബലാത്കാരമായി വന്ധ്യംകരിച്ചു. വേദനയുടെയും അപമാനത്തിന്റെയും ലൈംഗിക വിരക്തിയുടെയും ഭയത്തിന്റെയും ഉറങ്ങാനാവാത്ത നാളുകളായിരുന്നു ഇന്ത്യക്കാർക്കത്. ആശുപത്രികളിലല്ലാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയകൾ നടന്നു. അനസ്തീഷ്യ പോലും നൽകാതെ എതിർത്തവരെ സ്ട്രക്ചറിൽ കെട്ടിയിട്ട് ബീജമൊഴുകുന്ന ഞരമ്പ് മുറിച്ചു. ലക്ഷക്കണക്കിന് പേർക്ക് അണുബാധ പിടിപെട്ടു. അസംഖ്യം മനുഷ്യർ മരിച്ചു. തലമുറകളെ എന്നേക്കുമായി ഇല്ലാതാക്കുക മാത്രമല്ല, നിലനിന്നിരുന്ന തലമുറയെ കൂടി ഇന്ദിരയും മകനും ചേർന്ന് കൂട്ടക്കൊല ചെയ്തു. 21 മാസത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് അമ്മയും അമേഠിയിൽ നിന്ന് മകനും തോറ്റു. ആ അധികാര ഹുങ്കില്ലാതാക്കാൻ കാരണമായ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് നസ്ബന്ദി കെ ദൂത്, ഇന്ദിരാഗാന്ധി കെ ലൂട്ട്, ഇന്ദിര ഹഠാവോ എന്നായിരുന്നു. അഥവാ വന്ധ്യംകരണത്തിന്റെ ദൂത, ഇന്ദിരാഗാന്ധിയുടെ കൊള്ള, ഇന്ദിരയെ താഴെയിറക്കൂ.